ആൻസ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബി.എഡ് മറ്റ് കോഴ്സുകൾ കഴിഞ്ഞിരിക്കുന്ന എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ് കേടെറ്റിൻ്റെ വിജ്ഞാപനം. ഈ വർഷത്തെ കേടെറ്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഏപ്രിൽ മാസം 17-ാം തീയതി മുതലാണ് ആപ്ലിക്കേഷൻ സമർപ്പിക്കുന്നതിനുള്ള അവസരമുണ്ടായിരിക്കുക. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ്, പ്രധാനപ്പെട്ട തീയതികൾ എന്തൊക്കെയാണ്, ആർക്കൊക്കെയാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് മുതലായ വിശദാംശങ്ങളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ആദ്യമായിട്ട് അതിൻ്റെ പ്രധാനപ്പെട്ട തീയതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിക്കുന്ന തീയതി എന്ന് പറയുന്നത് ഏപ്രിൽ 17-ാം തീയതിയാണ്. അതുപോലെ ഓൺലൈനായിട്ട് അപേക്ഷിക്കുന്നതിനും ഫീസ് അടയ്ക്കുന്നതിനുള്ള അവസാന തീയതി ഏപ്രിൽ മാസം 26-ാം തീയതിയാണ്. അതുപോലെ ഫൈനൽ പ്രിൻ്റ് ഔട്ട് എടുക്കേണ്ട അവസാന തീയതിയും ഏപ്രിൽ മാസം 26-ാം തീയതിയാണ്. അതുപോലെ വെബ്സൈറ്റിൽ നിന്നും നമ്മുടെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് എടുക്കുന്നതിനുള്ള തീയതി ആരംഭിക്കുന്നത് ഏകദേശം ജൂൺ 3-ാം തീയതിയാണ്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഇതിൻ്റെ പരീക്ഷ നടക്കുന്നത് ജൂൺ മാസം 22, 23 തീയതികളിലായിട്ടാണ്. കാറ്റഗറി 1-ൻ്റെ പരീക്ഷ 22 ജൂൺ രാവിലെ 10 മുതൽ 12:30 വരെയും, അതുപോലെ കാറ്റഗറി 2-ൻ്റെത് അതേ ദിവസം തന്നെ ഉച്ചയ്ക്ക് ശേഷം 2 മുതൽ 4:30 വരെയും, അതുപോലെ കാറ്റഗറി 3-ൻ്റെത് തൊട്ടടുത്ത ദിവസം 23-ാം തീയതി ഞായറാഴ്ച രാവിലെ 10 മുതൽ 12:30 വരെയും, കാറ്റഗറി 4-ൻ്റെത് അന്നേ ദിവസം ഉച്ചയ്ക്ക് ശേഷം 2 മുതൽ 4:30 വരെയുമാണ് പരീക്ഷയുടെ തീയതികൾ. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ കേടെറ്റിൻ്റെ പ്രധാനപ്പെട്ട തീയതികൾ നമുക്ക് കാണാനുള്ളത്. അതുപോലെ അതിനകത്ത് പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ നമ്മൾ ഓർത്തിരിക്കേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത്, നമ്മൾ അപേക്ഷ സ്വീകരിക്കുന്നത് നമുക്കറിയാം കേടെറ്റിൻ്റെ വെബ്സൈറ്റ്, പരീക്ഷാഭവനാണ് ഈ കേടെറ്റ് എക്സാം നടത്തുന്നത്. അപ്പോൾ കേടെറ്റിൻ്റെ വെബ്സൈറ്റ് വഴി അല്ലെങ്കിൽ പരീക്ഷാഭവൻ്റെ വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. അതിൻ്റെ ലിങ്ക്, അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള ലിങ്ക്, വെബ്സൈറ്റിൻ്റെ ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് അല്ലെങ്കിൽ അതിൽ വഴി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഓക്കെ, മറ്റ് ചില കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ അപേക്ഷ സമർപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമുക്കറിയാം കേടെറ്റിൻ്റെ പരീക്ഷ 4 കാറ്റഗറികളിലായിട്ടാണ് നടത്തുന്നത്. അപ്പോൾ ഒരു അപേക്ഷാർത്ഥിക്ക് എത്ര കാറ്റഗറികളിലേക്ക് വേണമെങ്കിലും അപേക്ഷ സമർപ്പിക്കാം. അതിന് പ്രത്യേകം അപേക്ഷ സമർപ്പിക്കേണ്ടതില്ല. അതായത് നമ്മൾ ഒരു അപേക്ഷയിൽ തന്നെ ഏതൊക്കെ കാറ്റഗറികളിലേക്കാണ് നമ്മൾ അപേക്ഷ സമർപ്പിക്കുന്നത് എന്ന് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത് വെച്ച് നമ്മൾ ഒറ്റ അപേക്ഷ മാത്രം സമർപ്പിച്ചാൽ മതി. അതിനുശേഷം ഫീസ് അടയ്ക്കുമ്പോൾ നമ്മൾ എത്ര അപേക്ഷകൾ സമർപ്പിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എത്ര കാറ്റഗറിയിലേക്കാണ് അപേക്ഷ സമർപ്പിക്കുന്നത് അതിനെല്ലാം അടയ്ക്കേണ്ടതാണ്. അപ്പം ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒറ്റ അപേക്ഷയായിട്ട് തന്നെ കൊടുത്താൽ മതിയാവും. രണ്ടാമതായിട്ട് അപേക്ഷ ഓൺലൈനായി മാത്രം സമർപ്പിക്കുക. നമ്മൾ ഓൺലൈൻ വഴി മാത്രമാണ് അപേക്ഷ സ്വീകരിക്കുന്നത്. അപ്പം ഓൺലൈനായിട്ട് മാത്രം അപേക്ഷ സമർപ്പിക്കുക. അതുപോലെ പോസ്റ്റ് വഴി നമ്മൾ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് അയക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അപേക്ഷാർത്ഥിയുടെ പേര്, ജനനത്തീയതി, അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത, കാസ്റ്റ്, കാറ്റഗറി, ഭിന്നശേഷി, സംവരണം മുതലായ എല്ലാ വിവരങ്ങളും കൃത്യമായിട്ട് തെറ്റുകൂടാതെ രേഖപ്പെടുത്തേണ്ടതാണ്. അതായത് നമ്മളുടെ ഡോക്യുമെൻസിലുള്ള എല്ലാ ഡീറ്റെയിൽസും അതുപോലെ തന്നെ കൃത്യമായിട്ട് തെറ്റ് വരുത്താതെ നമ്മൾ ആപ്ലിക്കേഷൻ സമർപ്പിക്കുന്ന സമയത്ത് എൻട്രി ചെയ്യേണ്ടതാണ്. അതുപോലെ അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് നമ്മൾ ഫോട്ടോ ചേർക്കേണ്ടതുണ്ട്. ആ ഫോട്ടോയിൽ ചില മാനദണ്ഡങ്ങൾ ഉണ്ട്. അപ്പം അതിൻ്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്നാണ് താഴെ കൊടുക്കുന്നത്. ഫോട്ടോയിൽ പരീക്ഷാർത്ഥിയുടെ പേരും ഫോട്ടോ എടുത്ത തീയതിയും രേഖപ്പെടുത്തണം. അതുപോലെ KPSC മറ്റ് സീലുകൾ എന്നിവ രേഖപ്പെടുത്താൻ പാടില്ല. അതായത് മറ്റ് ഏതെങ്കിലും നമ്മൾ ഐഡൻറ്റി കാർഡിലെ ഫോട്ടോയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സൈറ്റുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തത് ഡൗൺലോഡ് ചെയ്യുകയോ അങ്ങനെയുള്ളത് മറ്റ് സീലുകളോ സൈനുകളോ ഒന്നും അതിനകത്ത് ഉണ്ടാകാൻ പാടില്ല. ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോ ആയിരിക്കണം. അതുപോലെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് പ്ലെയിൻ ആയിരിക്കണം. നമ്മളിപ്പം ഒരു സീനറിയോ അല്ലെങ്കിൽ മറ്റ് ഡീറ്റെയിൽസ് ഒന്നും ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടാകാൻ പാടില്ല. ഒന്നിലെ വൈറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിംഗിൾ കളറിൽ എടുത്തിട്ടുള്ള ഫോട്ടോ ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. അതുപോലെ ഫോട്ടോ വ്യക്തമായിരിക്കണം. നമ്മൾ ബ്ലറി ആയിട്ടുള്ള ഫോട്ടോസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യില്ല. അതുപോലെ തന്നെ നമ്മൾ മൊബൈൽ ഫോണിൽ സെൽഫി ആയിട്ട് എടുത്തിട്ടുള്ള ഫോട്ടോസ് സ്വീകാര്യമല്ല. അതായത് നമ്മൾ ഒരു മൊബൈലിൽ എടുത്ത ഫോട്ടോ ആണെങ്കിലും മതി, പക്ഷേ പാസ്പോർട്ട് സൈസിൽ എടുത്ത ഫോട്ടോ ആയിരിക്കണം. അതുപോലെ പുതിയ ഫോട്ടോ മാത്രം അപ്ലോഡ് ചെയ്യാനായിട്ട് അപേക്ഷാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് നമ്മളിപ്പം കുറേ വർഷങ്ങൾക്ക് മുമ്പ് എടുത്ത ഫോട്ടോ ആണെങ്കിൽ ഒരുപക്ഷെ നമ്മളെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് അടുത്ത കാലങ്ങളിൽ, അടുത്ത മാസങ്ങളിലൊക്കെ ആയിട്ട് എടുത്ത ഫോട്ടോസ് മാത്രം അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതുപോലെ അപേക്ഷ സമർപ്പിക്കുമ്പോൾ വെബ്സൈറ്റിൽ നിന്ന് നിർബന്ധമായും ഒരു ഐഡൻറ്റിറ്റി കാർഡ് സെലക്ട് ചെയ്ത് അതിൻ്റെ നമ്പർ രേഖപ്പെടുത്തേണ്ടതും പ്രസ്തുത ID കാർഡിൻ്റെ അസൽ പരീക്ഷാ ഹാളിൽ ഇൻവിജിലേറ്റർക്ക് കൈമാറേണ്ടതുമാണ്. അതായത് നമ്മൾ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് ID കാർഡ്, ഏതെങ്കിലും ഒരു ID കാർഡിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതാണ്. ആധാർ കാർഡ്, ഇലക്ഷൻ ID, ബാങ്ക് പാസ്ബുക്ക് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് മുതലായ ഏതെങ്കിലും ഒരു ID കാർഡിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കേണ്ടതും ആ ID കാർഡ് തന്നെ നമ്മൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ അവിടുത്തെ ഇൻവിജിലേറ്ററെ കാണിച്ച് അത് സാക്ഷ്യപ്പെടുത്തേണ്ടതുമാണ്. ഓക്കെ, അപേക്ഷയിലെ വിവരങ്ങൾ പൂർണ്ണമായും ശരിയാണെന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം ഫൈനൽ കൺഫർമേഷൻ നൽകുക. നമ്മൾ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം കൃത്യമാണ് എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം നമ്മൾ ഫൈനൽ സബ്മിറ്റ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, പരീക്ഷാ ഫീസ് ഓൺലൈൻ മുഖാന്തരം SBI ഇ പേയ്മെൻറ്റ് വഴി കൊടുക്കാവുന്നതും
ഫൈനൽ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതുമാണ്. അപ്പോൾ നമ്മൾ ഫീസ് അടയ്ക്കേണ്ടത് ഞാൻ ഓൾറെഡി പറഞ്ഞു. നമ്മൾ എത്ര കാറ്റഗറിയിലേക്കാണ് അപേക്ഷ കൊടുക്കേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ഫീസ് അടയ്ക്കണം. അത് SBI ഓൺലൈൻ ആയിട്ടാണ്. അതായത് SBIയുടെ ഈ പേയ്മെൻറ്റ് വഴിയാണ് ഫീസ് അടയ്ക്കേണ്ടത്. ഓക്കെ. ആപ്ലിക്കേഷൻ നമ്പർ, ആപ്ലിക്കേഷൻ ID എന്നിവ കൃത്യമായി രേഖപ്പെടുത്തി സൂക്ഷിക്കേണ്ടതും തുടർന്ന് വരുന്ന പ്രൊഫൈൽ സേവനങ്ങൾക്ക് അത് ആവശ്യമുള്ളതുമാണ്. നമ്മൾ അപേക്ഷിക്കുന്ന സമയത്ത് നമുക്കൊരു ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ ഒരു ആപ്ലിക്കേഷൻ IDയും ലഭിക്കുന്നതാണ്. ഈ 2 നമ്പറും നമ്മൾ കൃത്യമായിട്ട് സൂക്ഷിച്ച് വെക്കേണ്ടതും പിന്നീട് വരുന്ന എല്ലാ ആവശ്യങ്ങൾക്കും ഈ നമ്പർ നമ്മൾ നൽകേണ്ടതുമാണ്. ഓക്കെ. ഫീസ് സംബന്ധിച്ചുള്ള പരാതികൾക്ക് അവരവരുടെ മാതൃബാങ്കുമായി ബന്ധപ്പെട്ട് പരിഹരിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും ഫീസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ നമ്മളുടെ ബാങ്കുമായിട്ട് അത് ബന്ധപ്പെട്ട് അതിന് പരിഹരിക്കാവുന്നതാണ്. ഓക്കെ. വിജ്ഞാപനം വ്യക്തമായി വായിച്ച് മനസ്സിലാക്കി കൃത്യമായ യോഗ്യതകൾ ഉള്ളവർ മാത്രം അപേക്ഷ സമർപ്പിക്കുക. അതുപോലെ അതിന് വേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണ്, വേണ്ട ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വായിച്ച് മാത്രം അപേക്ഷ സമർപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ. ഇനി നമുക്ക് നോക്കാം. നമുക്കറിയാം കേട്ടറ്റ് എക്സാം 4 കാറ്റഗറി ആയിട്ടാണ് നടത്തുന്നത്. അതിൽ കാറ്റഗറി 1 ലോവർ പ്രൈമറി ക്ലാസ്സുകളിലേക്കുള്ളതാണ്. അതായത് LP സെക്ഷനിലേക്കുള്ള അധ്യാപകരെ സെലക്ട് ചെയ്യുന്നതിന് അല്ലെങ്കിൽ അധ്യാപകർക്കുള്ള പ്രിലിമിനറി എക്സാമാണ് കാറ്റഗറി 1. അതുപോലെ കാറ്റഗറി 2 എന്ന് പറയുന്നത് അപ്പർ പ്രൈമറി UP സെക്ഷനിലേക്കുള്ളതും കാറ്റഗറി 3 എന്ന് പറയുന്നത് ഹൈസ്കൂൾ സെക്ഷനിലേക്കുള്ളതും അതുപോലെ കാറ്റഗറി 4 എന്ന് പറയുന്നത് ഭാഷാ അധ്യാപകരെ തിരഞ്ഞെടുക്കുന്നതിനുമായിട്ടുള്ളതാണ്. അതിനകത്ത് ഭാഷാ അധ്യാപകർ എന്ന് പറയുന്നത് അറബി, ഹിന്ദി, സംസ്കൃതം, ഉറുദു മുതലായ ഭാഷകളാണ്. അത് UP തലം വരെയാണ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെ 4 കാറ്റഗറി ആയിട്ടാണ് എക്സാം നടത്തുന്നത്. ഓക്കെ. ഇതിനകത്ത് നമുക്കറിയാം ഈ കേട്ടറ്റ് എക്സാമിൽ നിന്നും ചിലരെ ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് ചില പരീക്ഷകളിൽ ചില സർട്ടിഫിക്കറ്റ് നേടിയവർക്ക് കേട്ടറ്റ് എക്സാം നിർബന്ധമല്ല. നമുക്ക് നോക്കാം. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട CTET. അതിൽ CTET പ്രൈമറി സ്റ്റേജ് പാസ്സായവരെ കേട്ടറ്റ് കാറ്റഗറി 1 നിന്നും അതുപോലെ CTET എലമെൻ്ററി സ്റ്റേജ് പാസ്സായവരെ കാറ്റഗറി 2 നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ നെറ്റ്, സെറ്റ്, MPhil, PhD, MEd എന്നീ യോഗ്യതകളുള്ളവരെ കേട്ടറ്റിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കേട്ടറ്റ് കാറ്റഗറി 3 വിജയിച്ചവരെ കാറ്റഗറി 2 നേടുന്നതിൽ നിന്നും ഒഴിവാക്കാവുന്നതാണ്. അതായത് നമ്മൾ കാറ്റഗറി 2ഉം 3ഉം അപേക്ഷിച്ചാലും അതിൽ കാറ്റഗറി 3 നേടിയിട്ടുണ്ടെങ്കിൽ കാറ്റഗറി 2 നേടിയിട്ടില്ലെങ്കിൽ നമുക്ക് UP ഹൈസ്കൂൾ തലത്തിലേക്കുള്ള യോഗ്യത ലഭിക്കുന്നതാണ്. അതുപോലെ കാറ്റഗറി 1, 2 എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് വിജയിച്ചവരെ LP, UP അധ്യാപക നിയമനങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്. അതായത് കാറ്റഗറി 1, 2ൽ ഏതെങ്കിലും ഒന്ന് പാസ്സായാൽ മതി LP, UP തലത്തിലേക്ക് നമുക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അപേക്ഷ സമർപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരു യോഗ്യത നമ്മൾക്കുണ്ടെങ്കിൽ നമ്മൾ കേട്ടറ്റ് അപേക്ഷ സമർപ്പിക്കേണ്ടതില്ല. ഓക്കെ. ഇനി നമുക്ക് നോക്കാം കാറ്റഗറി 1, 2, 3, 4 ഇതിനകത്തേക്ക് വേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണ്, ഏതൊക്കെ പരീക്ഷ പാസ്സായവർക്കാണ് ഇതിനകത്ത് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുക എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം കാറ്റഗറി 1ലേക്ക് വേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമേ തന്നെ നമുക്ക് 45% മാർക്കോടെ ഹയർ സെക്കൻഡറി ഓർ സീനിയർ സെക്കൻഡറി അതുമല്ലെങ്കിൽ തത്തുല്യ പരീക്ഷ പാസ്സായിരിക്കണം. കൂടാതെ കേരള സർക്കാർ പരീക്ഷാ ബോർഡ് നടത്തുന്ന ട്രെയിൻഡ് ടീച്ചേഴ്സ് സർട്ടിഫിക്കറ്റ്, അതായത് TTE അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ എഡ്യൂക്കേഷൻ, ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് പാസ്സായിരിക്കണം. അല്ലെങ്കിൽ 40% മാർക്കോടെ ഹയർ സെക്കൻഡറി, സീനിയർ സെക്കൻഡറി പരീക്ഷ പാസ്സായിരിക്കണം. അതുപോലെ NCTEയുടെ 2022 ചട്ടങ്ങൾക്കനുസരിച്ച് 2 വർഷത്തെ ഡിപ്ലോമ ഇൻ എലമെൻ്ററി എഡ്യൂക്കേഷൻ. അപ്പോൾ 2 വർഷത്തെ ഡിപ്ലോമ ഇൻ എലമെൻ്ററി എഡ്യൂക്കേഷൻ അതും അല്ലെങ്കിൽ 50% മാർക്കോടെ ഹയർ സെക്കൻഡറി, സീനിയർ സെക്കൻഡറി പാസ്സാവുകയും 4 വർഷത്തെ ബാച്ചിലർ ഓഫ് എലമെൻ്ററി എഡ്യൂക്കേഷൻ എന്ന യോഗ്യത ഉണ്ടായിരിക്കുകയും ചെയ്യണം. അതും അല്ലെങ്കിൽ 50% മാർക്കോടെ ഹയർ സെക്കൻഡറി, സീനിയർ സെക്കൻഡറി ജയിച്ചവർ 2 വർഷത്തെ ഡിപ്ലോമ ഇൻ എഡ്യൂക്കേഷൻ എസ്പെഷ്യലി സ്പെഷ്യൽ എഡ്യൂക്കേഷൻ യോഗ്യത ഉള്ളവർക്കും കേട്ടറ്റിൻ്റെ കാറ്റഗറി 1ലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇനി കാറ്റഗറി 2ലേക്ക് അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് BEd കോഴ്സിന് അപേക്ഷിക്കുന്നതിന് യോഗ്യരായ ഏതെങ്കിലും ഒരു ബിരുദത്തോടൊപ്പം എലമെൻ്ററി എഡ്യൂക്കേഷണൽ ദിവസര ഡിപ്ലോമ ഓർ TTC, DEd, DLEd എന്നിവ പാസ്സായിരിക്കണം. അതായത് ഏതെങ്കിലും ഒരു ഡിഗ്രി കോഴ്സ് അല്ലെങ്കിൽ BEd, ഡിഗ്രി കോഴ്സ് കഴിഞ്ഞതിന് ശേഷം BEd അതും അല്ലെങ്കിൽ TTC, DEd, DLEd എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് പാസ്സായിരിക്കണം. അല്ലെങ്കിൽ 40% മാർക്കോടെ BEd കോഴ്സിന് അപേക്ഷിക്കുന്നതിന് യോഗ്യമായ ഏതെങ്കിലും ഒരു ബിരുദത്തോടൊപ്പം ബാച്ചിലർ ഇൻ എഡ്യൂക്കേഷൻ, അതായത് BEd അല്ലെങ്കിൽ DLED യോഗ്യത കൂടി ഉണ്ടായിരിക്കണം. അതും അല്ലെങ്കിൽ 50% മാർക്കോട് കൂടി ഹയർ സെക്കൻഡറി, സീനിയർ സെക്കൻഡറി തത്തുല്യം അതുപോലെ വിജയത്തോടൊപ്പം 4 വർഷത്തെ ബാച്ചിലർ ഇൻ എലമെൻ്ററി എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ 50% മാർക്കോടെ ഹയർ സെക്കൻഡറി, സീനിയർ സെക്കൻഡറി വിജയത്തോടൊപ്പം 4 വർഷത്തെ BSc, BA ഇൻ എഡ്യൂക്കേഷൻ ഇതിലേതെങ്കിലും ഒരു കോഴ്സ് പാസ്സായവർക്ക് കാറ്റഗറി 2വിന് അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ കാറ്റഗറി 3ക്കായിട്ട് അപേക്ഷ സമർപ്പിക്കുന്നവർക്ക് ഈ പരീക്ഷ നടത്തുന്നതിന് ഹൈസ്കൂൾ അസിസ്റ്റൻ്റ് HSA മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, സംസ്കൃതം, തമിഴ്, കന്നഡ, അറബി, ഉറുദു, സോഷ്യൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, നാച്ചുറൽ സയൻസ്, ഗണിതശാസ്ത്രം എന്നിവ ആകാൻ ആഗ്രഹിക്കുന്നവർക്കാണ്. അപ്പോൾ ഈ സബ്ജക്ട്സിൽ കഴിഞ്ഞവർക്കാണ് കാറ്റഗറി 3 അപേക്ഷ സമർപ്പിക്കാൻ യോഗ്യതയുള്ളത്. അതുപോലെ അപേക്ഷയ്ക്ക് വേണ്ട ഏറ്റവും കുറഞ്ഞ യോഗ്യത എന്ന് പറയുന്നത് 45% മാർക്കോടെയുള്ള BA, BSc ഓർ BCom യോഗ്യതയും
അതേ വിഷയത്തിലുള്ള ബി.എഡ് ഡിഗ്രിയും ആണ് അതിൻ്റെ അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത്. അപ്പം ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള ഡിഗ്രി, അതേ വിഷയത്തിലുള്ള ബി.എഡ് അതാണ് കാറ്റഗറി 3ക്കുള്ള അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത്. ഇനി കാറ്റഗറി 4ന് ഈ പരീക്ഷ നടത്തുന്ന യു.പി തലം വരെയുള്ള ഭാഷാ അധ്യാപകരെ തിരഞ്ഞെടുക്കുന്നതിനാണ്. അതായത് അറബി, ഹിന്ദി, സംസ്കൃതം, ഉറുദു മുതലായ അധ്യാപകർ, അതുപോലെ തന്നെ കായിക അധ്യാപകരെ തിരഞ്ഞെടുക്കുന്നതിനാണ് കാറ്റഗറി 4 എക്സാം നടത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും കുറഞ്ഞ യോഗ്യത എന്ന് പറയുന്നത് അറബി, ഹിന്ദി, സംസ്കൃതം, ഉറുദു ഭാഷാ അധ്യാപകരാകാൻ യോഗ്യത നേടിയവർ, അതായത് യു.പി തലം വരെ സ്പെഷ്യലിസ്റ്റ് അധ്യാപകർ, കായിക അധ്യാപകർ, ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകൾ കഴിഞ്ഞവർക്കാണ് കാറ്റഗറി 4ന് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മൾ അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പം യോഗ്യരായവർ എല്ലാവരും തന്നെ എത്രയും വേഗം അപേക്ഷ സമർപ്പിക്കുക. ചുരുങ്ങിയ ദിവസങ്ങൾ, ആകെ 10 12 ദിവസങ്ങൾ മാത്രമാണ് അപേക്ഷ സമർപ്പിക്കാനായിട്ടുള്ളത്. ആ ദിവസങ്ങളിൽ തന്നെ ആദ്യമേ വിജ്ഞാപനം ഡീറ്റെയിൽ ആയിട്ട് വായിച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ സംശയങ്ങളെല്ലാം ദൂരീകരിച്ചതിന് ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക. അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം ഒന്നുകൂടി ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം അതിൻ്റെ ഫൈനൽ സബ്മിഷൻ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ പരീക്ഷയ്ക്കായിട്ട് തയ്യാറെടുക്കുക. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ വീഡിയോസിൽ തന്നെ കേട്ടിട്ട് എക്സാമിനുള്ള ഡീറ്റെയിൽസ്, അതായത് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നതിനുള്ള ക്ലാസ്സുകൾ നമ്മൾ നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർ പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ട് ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് ഞങ്ങളോട് ബന്ധപ്പെടുക. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട ക്ലാസ്സുകൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളോട് ആവശ്യപ്പെടാവുന്നതാണ്, നിങ്ങൾ ബന്ധപ്പെടാവുന്നതാണ്. അത് കമൻറ്റ് വഴി ഞങ്ങളെ അറിയിക്കുക. അപ്പം സമയം കളയാതെ എത്രയും വേഗം അപേക്ഷ സമർപ്പിക്കുക. അതോടൊപ്പം തന്നെ പരീക്ഷയ്ക്ക് നന്നായിട്ട് തയ്യാറെടുക്കുക. എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് നമ്മൾ ഇനി ഉള്ള വീഡിയോസിൽ വീണ്ടും കാണും. ഓക്കെ, ബൈ.